നമസ്കാരം. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. നേരിയ ഇടത്തരം മഴയ്ക്കാണ് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുകയാണ്. ഇത് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ആദ്യം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുവാനും തുടർന്ന് ക്രമേണ വടക്ക് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ നീങ്ങുവാനും സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കൻ ശ്രീലങ്കൻ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കോഴിക്കോട് ജില്ലയിൽ ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ടോ അല്ലെങ്കിൽ വാഹനങ്ങളിലെ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് ഉണ്ടാകാം. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടോ വെള്ളപ്പൊക്കം എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സമോ അല്ലെങ്കിൽ അപകടം എന്നിവയ്ക്കൊക്കെ കാരണമാകും. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്കും സാധ്യതയുണ്ട്. കൂടാതെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. മഴ കൃഷിയെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കുവാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്കും നാശമുണ്ടാക്കുവാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക, ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക, അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുക. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിലാണ് ശക്തമായ മഴ എത്തിയത്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ ശക്തമായ മഴ തന്നെയാണ് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത്. ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ മഴ ഉത്സവത്തെയൊക്കെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് ഉച്ച കഴിഞ്ഞുള്ള ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് പ്രധാന കാരണമാകുന്നത്. വരും ദിവസങ്ങളിൽ മധ്യ തെക്കൻ ജില്ലകളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ തന്നെ ഇത്തരത്തിൽ മഴ പ്രതീക്ഷിക്കാം. അതേസമയം കഴിഞ്ഞ ദിവസം മഴ അല്പം താമസിച്ചാണ് തുടങ്ങിയത്. തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ നിന്ന് ആദ്യം തുടങ്ങി. പിന്നീട് പത്തനംതിട്ട, കൊല്ലം ജില്ലകളുടെ കിഴക്കൻ മേഖലയിലേക്ക് മഴ എത്തുകയായിരുന്നു. അർദ്ധരാത്രിയോടെയാണ് കോഴിക്കോട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ മഴ എത്തിയത്. അതേസമയം ഇന്ന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കൻ ശ്രീലങ്കൻ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 24 മധ്യ ബംഗാൾ ഉൾക്കടലിലെ തെക്കൻ ഭാഗത്തോട് ചേർന്ന മധ്യഭാഗങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിലൊക്കെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്.